നന്ദികേശ ഗ്രാമമായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള നൂറനാട് പദ്ധതി പ്രവർത്തനങ്ങളുടെ ഭാഗമായി 2 മാസത്തിനുള്ളിൽ രൂപരേഖ തയ്യാറാവും. നൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്ര ഭരണസമിതി ഓഫീസിൽ നടന്ന വിവരശേഖരണ യോഗത്തിൽ സാംസ്കാരിക വകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഇക്കാര്യം അറിയിച്ചത്. എം.എസ്. അരുൺകുമാർ എം.എൽ.എയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. എം.എസ്. അരുൺകുമാർ എം.എൽ.എയുടെ അധ്യക്ഷതയിൽ നൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്ര ഭരണസമിതി ഓഫീസിലാണ് യോഗം നടന്നത്. നൂറനാടിനെ നന്ദികേശ പൈതൃക ഗ്രാമമായി സംസ്ഥാന സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പ്രാഥമിക വിവരശേഖരണത്തിൻ്റെ ഭാഗമായാണ് യോഗം നടന്നത്. സാംസ്കാരിക വകുപ്പ് വാസ്തുവിദ്യാ ഗുരുകുലം എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി.എസ്. പ്രിയദർശൻ പദ്ധതി സംബന്ധിച്ച വിശദീകരണം നടത്തി. പൈതൃക ഗ്രാമം പ്രഖ്യാപിക്കുമ്പോൾ എന്ത് വേണമെന്നുള്ളതാണ് നമ്മുടെ മുന്നിലേക്ക് ആദ്യം വരുന്നത്. അപ്പോൾ നന്ദികേശ ശില്പത്തെയും നന്ദികേശ ഗ്രാമത്തെയും ഉൾക്കൊള്ളുമ്പോൾ ഇതിൻ്റെ പഴമയെ തേടി തന്നെ നമ്മൾ പോകുമ്പോൾ ഇത് ഒരു പ്രത്യേക തെരുവായി തന്നെ നമ്മളിത് രൂപപ്പെടുത്തണം. അതിന് പ്രത്യേക നിറമുണ്ടാകണം. ബോർഡുകൾക്കെല്ലാം ഒരു ഏകമായ ഒരു രൂപമുണ്ടാവണം. മ്യൂറൽ തെരുവുകളായി ഇത് മാറണം. വന്നു ചേരുമ്പോൾ ഈ പൈതൃകത്തിൻ്റെ മുഴുവൻ ഗാംഭീര്യവും ഇതിനകത്ത് ഉൾക്കൊള്ളണം. നമ്മുടെ ഈ നാടുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പഴയ അത് നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കാൻ കഴിയുമോ അതെല്ലാം ഇവിടെ അടയാളപ്പെടുത്താൻ കഴിയണം. നന്ദികേശ പൈതൃക ഗ്രാമമായി നൂറനാട് മാറുമ്പോൾ ഇവിടം പ്രത്യേക തെരുവായി മാറുന്നതോടൊപ്പം ഗ്രാമത്തിന് പ്രത്യേക നിറവും ബോർഡുകളിൽ ഏകീകൃത അടയാളങ്ങളും ഉണ്ടാവും. ഗ്രാമത്തിലെ എല്ലാ പഴമകളിലേക്കും കടന്നു ചെന്ന് ഇവയുടെ അടയാളപ്പെടുത്തലും ഉൾപ്പെടുത്തും. പഴയകാല നന്ദികേശ ശില്പങ്ങളും സാംസ്കാരിക മുദ്രകളും ശേഖരിച്ച് പ്രദർശിപ്പിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടാവുമെന്നും അദ്ദേഹം പറഞ്ഞു. 2 ആഴ്ചയ്ക്കുള്ളിൽ വാസ്തുവിദ്യാ ഗുരുകുലത്തിലെ 12-അംഗ ടീം നൂറനാട്ടെത്തി വിവരശേഖരണം നടത്തിയ ശേഷമാണ് പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കുന്നത്. പിന്നീട് ഇത് 3D ആയി വിഷ്വലൈസ് ചെയ്ത് വിശദീകരിക്കും. 1 വർഷത്തിനുള്ളിൽ പൈതൃക ഗ്രാമം യാഥാർത്ഥ്യമാക്കുകയാണ് ലക്ഷ്യം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന സുരേഷ്, വൈസ് പ്രസിഡന്റ് ജി അജയകുമാർ, മുൻ പ്രസിഡന്റ് വിഷൻ പടനിലം സ്കൂൾ മാനേജർ പി അശോകൻ നായർ, ക്ഷേത്രഭരണസമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയം, സെക്രട്ടറി കെ രമേശ്, ഭാരവാഹികളും കൺവീനർമാരുമായ കെ മോഹൻകുമാർ, വി.എസ്. നാണക്കുട്ടൻ, മോഹൻ നല്ലവീട്ടിൽ, ശിവരാജൻ, സുരേഷ് പാറപ്പുറം, ഉദ്യോഗസ്ഥരായ എസ്. സുനിൽ, എസ്. ഗോപകുമാർ എന്നിവരും ഗ്രാമത്തെ സംബന്ധിച്ച വിശദീകരണ ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.